മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൊട്ടാരമറ്റത്തിൽ എന്ന സ്റ്റാൻലിയുടെ തറവാട്ട് വീട്ടിലേക്ക് അലീനയുടെ ആവശ്യപ്രകാരം ഒടുവിൽ സ്റ്റാൻലി അലീനയെ കൊണ്ടുവന്നെത്തിച്ചു. തുടർന്ന് തിരുവനന്തപുരത്ത് തന്റെ ചില ഫ്രണ്ട്സിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റാൻലി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, അതിനുശേഷം എറണാകുളത്തേക്കും പോകും. ഇവിടെ നിന്ന് തിരികെ പോകണമെന്ന് എപ്പോഴാണോ അലീനയ്ക്ക് തോന്നുന്നത്, ആ സമയത്ത് തന്നെ ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ട് സ്റ്റാൻലി പോവുകയാണ്. സ്റ്റാൻലി ഗേറ്റ് കടന്നതും ഉടൻ തന്നെ ഔതക്കുട്ടിച്ചായനോട് അലീന ചോദിക്കുകയാണ്, എവിടെ വല്യപ്പച്ചന്റെ റാണിമോൾ ഷെർനാൻറ്റി? ആ മോള് വാ, കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അലീനയുമായിട്ട് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഒരു റൂമിന് നേരെ അലീനയെ കൂട്ടിക്കൊണ്ടുപോയി അതിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. വലിയൊരു നിഗൂഢതയുടെ കവാടമാണ് അതെന്ന് അലീനയ്ക്ക് തോന്നി. അത് തുറക്കുവാൻ പോവുകയാണ് എന്നും അവളുടെ മനസ്സ് മന്ത്രിച്ചു. സാമാന്യം വലിപ്പമുള്ളൊരു മുറിയായിരുന്നു അത്. 3 പാളികളുള്ള ചില്ല് ജനാലയിലൂടെ മുറിയുടെ മധ്യഭാഗത്തേക്ക് വെളിച്ചം വരുന്നുണ്ട്. ജനാലയുടെ വെള്ളവിരികൾ ഇരുവശത്തേക്കും വകഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നു. ജനലിന്റെ ഇടതുഭാഗത്ത് ചുമലിൽ മുതുകും ചാരി ചമ്രം പിടഞ്ഞ് വെളുത്ത നൈറ്റിയിട്ട ഒരു സ്ത്രീ ഇരിക്കുന്നത് അലീന കണ്ടു. അവളുടെ മുഖം മെഴുകു പ്രതിമയുടേതുപോലെ തോന്നിച്ചു. അവളുടെ മുഖം കട്ടിയുള്ള ഇഴക്കൂട്ടങ്ങളായി പിരിഞ്ഞ് തോളത്തും നെഞ്ചിലും മുഖത്തിന്റെ വശങ്ങളിലും വീണ് കിടന്നിരുന്നു. ജനാലയിൽ നിന്നുള്ള വെളിച്ചത്തിൽ അവളുടെ മുഖത്തിന്റെയും ശരീരത്തിന്റെയും ഒരു ഭാഗം മാത്രമേ കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അവളുടെ മടിയിൽ മഞ്ഞ അടയാളമുള്ള റിബണോട് കൂടിയ ഒരു ചെറിയ ബൈബിൾ ഇരിപ്പുണ്ട്. അതിന്റെ പേജുകളുടെ വക്കുകൾ ചെഞ്ചായം പൂശിയതായിരുന്നു. ഔതക്കുട്ടിച്ചായൻ ചുമച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ അവൾ കണ്ണു തുറന്ന് മുഖമൽപ്പം ഉയർത്തി. ഉടനെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ ബൈബിളും മടിയിൽ വെച്ചുകൊണ്ട് ഉറങ്ങുമായിരുന്നോ? അപ്പച്ചൻ വന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ ലാലിച്ചായൻ വന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ എല്ലാം അറിയുന്നുണ്ട്, എന്നെ മാത്രം ആരും അറിയുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് അവൾ സങ്കടത്തോടെ തല കുനിച്ചു. തുടർന്നവൾ ബൈബിളിലേക്ക് കണ്ണു നട്ട് 2 നിമിഷത്തിന് ശേഷം മുഖമുയർത്തി ഔതക്കുട്ടിച്ചായനെ നോക്കി. എന്നിട്ട് സദൃശ്യവാക്യങ്ങൾ 29, അപ്പച്ചൻ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ, കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. നീതിമാന്മാർ വർദ്ധിക്കുമ്പോൾ ജനം സന്തോഷിക്കുന്നു, ദുഷ്ടൻ ആധിപത്യം നടത്തുമ്പോഴോ ജനം നെടുവീർപ്പെടുന്നു. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ, നിനക്ക് ഞാൻ ഒരാളിനെ പരിചയപ്പെടുത്തി തരാം. എന്നെ ആർക്കും പരിചയപ്പെടുത്തണ്ട, എനിക്കറിയാം. ഇവിടെ എല്ലാവരും അവളുടെ പേര് പറയുന്നത് ഞാൻ മുൻപേ കേട്ടു. ഷെറിൻ അലീനയുടെ നേർക്ക് ഒരു തണുത്ത നോട്ടം അയച്ചു. എന്നിട്ട് ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, അപ്പച്ചൻ എവിടായിരുന്നു ഇത്രയും ദിവസം? ഇവിടെ എല്ലാവർക്കും ദേഷ്യമായിരുന്നു. അപ്പച്ചനോടുള്ള ദേഷ്യം അവരെന്നോടും കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്കങ്ങനെ ഇവിടെ എപ്പോഴും കാവലിരിക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്നെങ്ങാനും മരിച്ചുപോയാൽ എന്തു ചെയ്യും? അത് കേട്ടിട്ട് ഷെറിൻ അങ്ങ് ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും ചേർന്ന് എന്നെ ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ കൊണ്ടുവന്ന് തള്ളുമായിരിക്കും. നീ ഇവളോടൊന്നും മിണ്ടിക്കേ, ഇത് ലാലിച്ചന്റെ മോളാണ്. വീണ്ടും ഷെറിന്റെ നോട്ടം അലീനയുടെ മേൽ വീണു. ലാലിച്ചായന് മോളെ കിട്ടി. എന്റെ മോളെ എനിക്കിനി എന്നാ കിട്ടുന്നേ? ഇത്രയും പ്രായമായിട്ട് എനിക്ക് വേണ്ട, കിട്ടുന്നെങ്കിൽ ഇപ്പം കിട്ടണം. ഇപ്പം തന്നെ എത്ര വർഷമായി, എനിക്കിനി വയ്യ അപ്പച്ച. ഇത്രയും പറഞ്ഞിട്ട് അവൾ വിരലുകൾ മടക്കി എണ്ണാൻ തുടങ്ങി. 1, 2, 3, 4, 5. എന്നിട്ട് ഔതക്കുട്ടിച്ചായനെ നോക്കി മടക്കിയ വിരൽ 1 നിവർത്തി 6. അലീന ഷെറിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് ഔതക്കുട്ടിച്ചായന്റെ നേർക്ക് നോക്കി. വല്യപ്പച്ചന്റെ മുഖത്തെ വിളർച്ച അവൾ തിരിച്ചറിഞ്ഞു. ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, നീ ഇന്ന് മരുന്ന് കഴിച്ചില്ലേ മോളെ? ഞാൻ ചോദിച്ചതിന് അപ്പച്ചൻ ഉത്തരം പറ, എന്നിട്ട് ഞാൻ നീ മരുന്ന് കഴിക്കുന്നുള്ളൂ. ഇന്ന് രാവിലെ നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഞാൻ എല്ലാവരോടും വഴക്കുണ്ടാക്കി. എല്ലാവരും എന്നോട് പിണങ്ങി. അപ്പച്ചനും ഇപ്പം എന്നെ വേണ്ടല്ലോ. നീ എപ്പോഴും ഇതിനകത്ത് ഇരുന്നിട്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്. എഴുന്നിട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങ്, മനുഷ്യരെയൊക്കെ കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യ്. കാറ്റും വെളിച്ചവും ഏറ്റാൽ തന്നെ കുറേ വ്യത്യാസം വരും. എനിക്ക് കാറ്റും വേണ്ട, വെളിച്ചവും വേണ്ട. എൻ്റെ മോളെ മാത്രം തന്നാൽ മതി. എനിക്ക് ആരെയും കാണുകയും വേണ്ട. അവൾ ഔതക്കുട്ടിച്ചായനോടും പിണങ്ങി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, വാ മോളെ. ഔതക്കുട്ടിച്ചായൻ അലീനയും വിളിച്ചുകൊണ്ട് മുറി വിട്ടിറങ്ങി നേരെ ഡൈനിങ് റൂമിലേക്ക് ചെന്നു. ആൻസി വിളി കേട്ടുകൊണ്ട് അടുക്കളയിൽ നിന്നും ആൻസി ഊണുമുറിയുടെ വാതിക്കലേക്ക് വന്നു. റാണിമോൾക്ക് നീ ഇന്ന് മരുന്ന് കൊടുത്തില്ലേടി? കൊടുത്താൽ കഴിക്കണ്ടേ? എത്ര പ്രാവശ്യമാണ് നിർബന്ധിക്കുന്നേ? എടി, ബലമായിട്ട് കഴിപ്പിക്കണ്ടായിരുന്നോ? അതിനോട് ഗുസ്തി പിടിക്കാൻ ഇവിടെ ആർക്കാ അപ്പച്ച ബലം? റോബിച്ചനില്ലായിരുന്നോ ഇവിടെ? റോബിച്ചായൻ അവളെ മരുന്ന് കഴിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നാൽ മതിയോ? വേറെ എന്തെല്ലാം ജോലിയുണ്ട്? ഇന്നലെ രാത്രി റോബിച്ചായൻ കുറെ നോക്കിയതാ, ഒരടിയും വെച്ചു കൊടുത്തു. അതിന്റെ പരാതി വന്നപ്പോഴേ പറഞ്ഞു കാണുമായിരിക്കും. ഓ, അടിച്ചതൊന്നും അവൾ പറഞ്ഞില്ല. അപ്പോൾ ആൻസി, അതൊക്കെ മറന്നു കാണുമായിരിക്കും. ഓർക്കണമെങ്കിൽ നല്ല ബോധം വേണ്ടേ? അത് വിട്. ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ ആൻസി പെരുമാറേണ്ടത്? ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ നീ നോക്കിയാലും പറ്റത്തില്ലേ? ലാലിച്ചൻ 15 മിനിറ്റ് ഇരുന്നിട്ടാണ് എഴുന്നേറ്റ് പോയത്. അപ്പോൾ ആൻസി, ആർക്ക് കൊടുക്കാനാ വെള്ളം? അപ്പച്ചന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കുളത്തുപുഴയെന്ന് വേറെ ആര് വന്നാലും പച്ച വെള്ളം പോലും കൊടുക്കണ്ടെന്ന് റോബിച്ചായൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പോൾ അലീനയ്ക്ക് ലേശം ഉച്ചച്ചോറ് ഇവിടുന്ന് കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരണോ?
പെട്ടെന്ന് ആൻസി പറയുകയാണ്, അതിനിപ്പം ഉച്ചയായില്ലല്ലോ അപ്പച്ച. ആ, ഉച്ചയാകുമ്പോൾ പറഞ്ഞാൽ മതിയോ? അവതക്കുട്ടിച്ചായന് ദേഷ്യം പിടിച്ചു. ഉടനെ ആൻസി വീണ്ടും ചോദിക്കുകയാണ്, അതേ അപ്പച്ച, ഈ ലാലിച്ചായൻ ആരും പേടിക്കാനില്ലാതെ ജീവിച്ച കാലത്ത് കണ്ട അലവലാതി പെണ്ണുങ്ങളുമായിട്ട് കൂട്ടുകൂടി ഓരോരോ തോന്നിവാസങ്ങൾ കാണിച്ചു വെച്ചേന് ഇവിടെയുള്ളവർ എന്തു വേണമെന്നാ? അവളുമാര് പെറ്റിട്ടിട്ട് പോയ അനാഥ പിള്ളാരെ സൽക്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറ്റുമെങ്കിലും ഞാനൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് എൻ്റെ കൈകൊണ്ട് കൊടുക്കുകയുമില്ല. അതിന് വേറെ ആളെ നോക്കണം. ആൻസിയുടെ മുഖത്തടിച്ചതുപോലെയുള്ള വർത്തമാനം കേട്ട് ഔതക്കുട്ടിച്ചായൻ ഒന്ന് വിളറിപ്പോയി. എന്നിട്ടും ചോദിക്കുകയാണ്, ലാലിച്ചൻ വന്നപ്പോൾ നിനക്കിത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ? നിന്റെ വായിലെന്താ പഴമായിരുന്നു? അവനെ കണ്ടത് നീ അകത്തോട്ട് കയറി ഓടുന്നത് കണ്ടല്ലോ. എനിക്ക് അങ്ങേരോട് പറയേണ്ട ആവശ്യം വന്നില്ല. വന്നാൽ പറയുക തന്നെ ചെയ്യും. എനിക്ക് ലാലിച്ചായനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പച്ച. അങ്ങനല്ല എനിക്ക് ചെലവിന് തരുന്നത്, റോബിച്ചായനാ. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ ഒച്ച വെച്ച് വിളിക്കുകയാണ്, റോബി, എടാ റോബിച്ച. സിറ്റ് ഔട്ടിലുണ്ടായിരുന്ന റോബർട്ട് വിളി കേട്ടുകൊണ്ട് പെട്ടെന്ന് ഊണുമുറിയിലേക്ക് എത്തി. ഈ പെങ്കൊച്ചിന് ഒരു നേരം ചോറ് കൊടുക്കാനുണ്ടോ ഇവിടെ? ഇല്ലെങ്കിൽ പറയണം. ലാലിച്ചൻ ഒരുപാട് ദൂരം പോകുന്നതിന് മുൻപ് അവനെ വിളിച്ച് എനിക്ക് ഊണ് വാങ്ങിപ്പിക്കാനുള്ളതാണ്. ഇവിടെ ചോറ് കൊടുക്കാനില്ലെന്ന് ആരാ പറഞ്ഞത്? നീ നിന്റെ കെട്ടിയോളോട് ചോദിച്ചു നോക്കടാ. നീ അങ്ങനെ പറഞ്ഞോടി? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. വിളമ്പിക്കൊടുത്ത് സൽക്കരിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. ഇനിയും ഞാനത് പറയുക തന്നെ ചെയ്യും. വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം. ഇത് പിന്നെ പണ്ടേ വഴിയമ്പലം പോലെ തുറന്നിട്ടിരിക്കുകയാണല്ലോ. കാണുന്ന വഴിപോക്കർക്കെല്ലാം കയറിയിറങ്ങി നിരങ്ങാൻ പാകത്തിന്. ആൻസിയുടെ മുഖത്ത് കോപം ഇരച്ചു കയറുവാൻ തുടങ്ങി. ഔതക്കുട്ടിച്ചാനും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. ഔതക്കുട്ടിച്ചാൻ പറയുകയാണ്, ആയിക്കോട്ടടി, ഇത് വഴിയമ്പലം തന്നെയാ. പക്ഷെ നിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊന്നും അല്ലല്ലോ ഇത്. ഞാൻ പണിയിച്ച വീടാടി ഇത്. ഞാൻ മരിക്കുന്നിടത്തോളം വരെ ഇവിടെ പലരും വരും പോവുകയും ചെയ്യും. ചിലപ്പോൾ താമസിച്ചെന്നും വരും. നിന്റെ തള്ളയും വന്ന് താമസിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞോ അവരോട് വേണ്ടാന്ന്? അല്ലപ്പച്ച, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പച്ചൻ ആരെ കണ്ടിട്ടായി ഞെളിയുന്നേ? ഒരസുഖം വന്നാലേ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. വെച്ചു വിളമ്പി തരാനും അലക്കി തേച്ച് തരാനും ഞാൻ തന്നെ വേണമല്ലോ. ഓ അത് ശരി. പുണ്യത്തിനൊന്നും അല്ലല്ലോ കുഞ്ഞെ. ഞാൻ ചാവുന്ന കാലത്തെ ഈ വീടും ഇതിരിക്കുന്ന അരയേക്കർ പറമ്പും അത് വേണമെങ്കിൽ മതി. ഇല്ലെങ്കിൽ എന്നെ വിട്ടിട്ട് പൊയ്ക്കൂ. വേറെ ആമ്പിള്ളാരുണ്ട് എനിക്ക്. എല്ലാവർക്കും കൊടുത്തതുപോലൊരു വീതം ഞാൻ നിങ്ങൾക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ സംസാരിക്കുകയും ചെയ്യുന്നത്. ഇത്തവണ ഔതക്കുട്ടിച്ചായനായിരുന്നു മേൽക്കൈ. റോബർട്ടിനോ ആൻസിക്കോ മറുപടി ഒന്നും പറയുവാനില്ല. ഔതക്കുട്ടിച്ചായൻ മർമ്മത്ത് തന്നെയാണ് കുത്തിയിരിക്കുന്നത്. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വീണ്ടും ഔതക്കുട്ടിച്ചായൻ ചോദിക്കുകയാണ്, അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല, ഇവിടിപ്പോൾ എന്താ പ്രശ്നം? റോബർട്ട് ആ സമയത്ത് കൈമലർത്തി കാണിച്ചു. ഈ വീട്ടിലൊരു പെങ്കൊച്ചു വരുന്നു നീയും കണ്ടില്ലേ റോബിച്ച? അവളോടൊരു വാക്കും മിണ്ടാൻ ആരും ഇല്ലല്ലോ. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അന്യരൊന്നും അല്ലല്ലോ, ലാലിച്ചന്റെ മോളല്ലേ? അപ്പോൾ റോബർട്ട്, ലാലിച്ചായന്റെ മക്കൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴൊക്കെ ഞങ്ങൾ നല്ലതുപോലെ സൽക്കരിച്ച് തന്നെയാണ് വിട്ടിട്ടുള്ളത്. എന്ന് വെച്ച് ലാലിച്ചായന്റെ മക്കളാണെന്നും പറഞ്ഞു വഴിയെ പോകുന്നവരൊക്കെ വലിഞ്ഞു കയറി വന്നാൽ സ്വീകരിക്കുവാനും സൽക്കരിക്കുവാനും ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. ഔതക്കുട്ടിച്ചായൻ അതിനെന്തോ മറുപടി പറയുവാൻ ഭാവിക്കുകയും അലീന വന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വല്യപ്പച്ചൻ ഇങ്ങ് വന്നേ. വൃദ്ധനായ മനുഷ്യൻ അവളെ അനുസരിച്ചു. ഔതക്കുട്ടിച്ചായന്റെ മുറിയിലെത്തിയ ശേഷം അലീന ചോദിക്കുകയാണ്, വല്യപ്പച്ചൻ എന്തിനാ അവരോട് വഴക്കിടാൻ നിൽക്കുന്നേ? ആര് വഴക്കിട്ടെന്നാ? അവരുടെ വർത്തമാനം നീ കേട്ടില്ലേ മോളെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എന്തിനെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ വല്യപ്പച്ച? അവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ? ഔതക്കുട്ടിച്ചായൻ, നമ്മൾ മാത്രം താഴേണ്ട ആവശ്യം എന്താ മോളെ? നമ്മൾ ഏതാണ്ട് വലിയ കുറ്റം ചെയ്തതുപോലെയാണല്ലോ അവരുടെയൊക്കെ സംസാരം. എനിക്ക് വേണ്ടി വല്യപ്പച്ചൻ സംസാരിക്കണ്ട. എന്നാ പിന്നെ നീ പട്ടിണി കിടന്നു. എന്തായാലും പുനലൂർക്ക് പോകാനുള്ള നിന്റെ കൊതി അങ്ങ് തീർന്നു കിട്ടിയല്ലോ. ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. വല്യപ്പച്ച, ഈ മുൻവിധിയാണ് എല്ലാവരുടെയും കുഴപ്പം. ഇനി വല്യപ്പച്ചൻ അവരുടെ കൂടെ നിന്നാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഇന്നൊരു ദിവസം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അങ്ങ് പോ. നാളെ രാവിലെ നമുക്ക് സ്ഥലം വിട്ടേക്കാം. പെട്ടെന്ന് അലീന വിഷയം മാറ്റിയിട്ട് ചോദിക്കുകയാണ്, റാണി ആൻറ്റിക്ക് കൊടുക്കാനുള്ള മരുന്ന് എവിടെയാണ് വല്യപ്പച്ച വെച്ചിരിക്കുന്നത്? അത് അവളുടെ മുറിയിൽ തന്നെ കാണും. ഭിത്തിയിലുള്ള ചില്ലരമാരക്കകത്താണ് സാധാരണ മരുന്ന് വെക്കുന്നത്. അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ മുഖഭാവം മാറി, ശബ്ദത്തിന്റെ തീഷ്ണത വർദ്ധിച്ചു. അവൾ ചോദിക്കുകയാണ്, രോഗിയുടെ മുറിയിൽ തന്നെയാണോ മരുന്ന് സൂക്ഷിക്കുന്നത്? അതും മാനസിക വിഭ്രാന്തിയുള്ളൊരു രോഗിയുടെ. അവൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. തനിയെ മരുന്നെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നവളാ. ചില സമയത്ത് ചെറിയൊരു ഇളക്കം വരുന്നു മാത്രമേ ഉള്ളൂ. അത് നീ വിചാരിക്കുന്നത് പോലെ വിഭ്രാന്തിയും വെപ്രാളവും ഒന്നും അല്ല. ഉടനെ അലീന അർദ്ധഗർഭമായി പറയുകയാണ്, റാണി ആൻറ്റിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്. നിനക്ക് എന്തു മനസ്സിലായെന്നാ? നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അവൾ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഇതിലെയൊക്കെ ഇറങ്ങി നടക്കുകയും ചെയ്യാറുള്ളതാ. ഇതിപ്പോൾ എന്നെ കാണാഞ്ഞിട്ടോ മറ്റോ ഒരു വാശിക്കിരിക്കുന്നതാണ്. വല്യപ്പച്ച, റാണി ആൻറ്റി ഒരു മകളുടെ കാര്യം പറയുന്നത് കേട്ടല്ലോ. ഒരു മോളുണ്ടെന്നും അതിനെ തിരിച്ചു കിട്ടണമെന്നും എന്നെപ്പോലെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വേണ്ടെന്നൊക്കെ. അതെന്താ വല്യപ്പച്ച അങ്ങനെ? അതാണ് അവളുടെ കുഴപ്പം. ഈ ഇളക്കം വരുമ്പോൾ അവളുടെ വിചാരം അവൾക്കൊരു മോളുണ്ടെന്നാ. അതിനെ എല്ലാവരും ചേർന്ന് ഒളിപ്പിച്ചു വെച്ചെന്നോ കൊന്നു കളഞ്ഞെന്നോ ഒക്കെയാണ് പറച്ചില്. മരുന്ന് കഴിച്ചാൽ മാറിക്കോളും, പിന്നെ ഒരു കുഴപ്പമില്ല.
അങ്ങനെ ഒരു മോള് ശരിക്കും ഉണ്ടായിരുന്നതാണോ? അതൊക്കെ അവളുടെ ഓരോ തോന്നലാണെന്നേ. അലീന അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ഔതക്കുട്ടി ചായൻ നോട്ടം മാറ്റിക്കളഞ്ഞു. ഇനി മരുന്ന് കഴിപ്പിക്കണ്ടേ വല്യപ്പച്ച? ആ, കഴിപ്പിക്കണം. എങ്കിൽ കാണിച്ചതാ, ഞാൻ മരുന്നെടുത്തു കൊടുക്കാം. ഔതക്കുട്ടി ചായൻ അലീനയും കൂട്ടി ഷെറിന്റെ മുറിയിലേക്ക് ചെന്നു. ഷെറിൻ ജനാല അടച്ചിട്ടിരുന്നു. മുറിയിൽ മങ്ങിയ വെളിച്ചമേ ഉള്ളൂ. അവൾ ജനാലയ്ക്കടുത്ത് ഭിത്തിയിൽ ചാരി പഴയ മട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഔതക്കുട്ടി ചായൻ മുറിയിലെ ലൈറ്റിട്ട ശേഷം അലമാര തുറന്നു. ഷെറിന്റെ ഗുളിക ഡബ്ബകൾ അലീനയ്ക്ക് കാട്ടിക്കൊടുത്തു. ഗുളിക കൊടുക്കേണ്ട വിധവും പറഞ്ഞു. അത് നോക്കിയിട്ട് അലീന പറയുകയാണ്, ഇതിലൊന്ന് ഉറക്ക ഗുളികയാണല്ലോ വല്യപ്പച്ച. ആ, അതും കഴിക്കണം. ഇത് ഇത്ര എണ്ണം ഒരുമിച്ച് ഇവിടെ വെക്കാൻ പാടുണ്ടോ? അതിനെന്താ ഇത്ര കുഴപ്പം? അലീന വീണ്ടും അലമാര തട്ടുകൾ പരിശോധിച്ചു. ഏറ്റവും മുകളിലത്തെ തട്ടിൽ മൂട്ടയ്ക്കുള്ള മരുന്നുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കുപ്പിയിൽ അതിന്റെ ലേബലും പോയിസൺ എന്ന മുന്നറിയിപ്പുമുണ്ട്. മറ്റൊരു അലുമിനിയം ബോട്ടിൽ, അതിൽ കീടനാശിനിയെന്നും കണ്ടു. ഇതൊക്കെ മനോവിഭ്രാന്തിയുള്ളവരുടെ മുറിയിൽ സൂക്ഷിക്കാൻ കൊള്ളാവുന്ന സാധനങ്ങളാണോ വല്യപ്പച്ച? ഞാനല്ല മോളെ, റോബിച്ചനാ വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ പിള്ളേരാരും കയറി വരത്തില്ല. അവരുടെ കാലും കൈയും എത്താത്തിടത്ത് ഇരിക്കട്ടെ എന്നും പറഞ്ഞാ ഇവിടെ കൊണ്ടുവച്ചത്. ഷോ, ഒരു മാനസിക വിഭ്രാന്തി വരുമ്പോൾ ഇതെടുത്ത് കഴിക്കാൻ തോന്നിയാൽ എന്തായിരിക്കും വല്യപ്പച്ച അവസ്ഥ? ആ, ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ നല്ല മൂർച്ചയുള്ളൊരു കഠാരയും കുറച്ച് എലിവശവും ഒരു ബ്ലേഡും കുറച്ച് പ്ലാസ്റ്റിക് കയറും വെടിയുണ്ട നിറച്ചൊരു തോക്കും ഈ അലമാരയിൽ വെക്കായിരുന്നില്ലേ? എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയാമായിരുന്നല്ലോ. അലീനയുടെ നോട്ടത്തിലെ തീഷ്ണതയും സ്വരത്തിലെ മൂർച്ചയും ഔതക്കുട്ടിച്ചാനെ ആശ്ചര്യപ്പെടുത്തി. റോബർട്ടാണ് അതെല്ലാം അവിടെ വെച്ചിരിക്കുന്നതെന്ന് അയാൾക്കറിയാം. മാസങ്ങളായി അതവിടെ ഇരിക്കുകയും ചെയ്യുന്നു. അതിന്റെ പിൻപിൽ എന്തെങ്കിലും ഗൂഢോദ്ദേശമുള്ളതായി ഔതക്കുട്ടിച്ചായന് തോന്നിയിട്ടില്ല. ആ, വല്യപ്പച്ചൻ പൊക്കൂ, ഞാൻ ഈ മരുന്ന് കൊടുത്തോളാം. ഔതക്കുട്ടി അത് കേട്ടുകൊണ്ട് മുറിവിട്ട് പുറത്തേക്കിറങ്ങി. അലീന ചെന്ന് ജനൽ തുറന്നു. ശബ്ദം കേട്ടുകൊണ്ട് മയക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ ഷെറിൻ ചോദിക്കുകയാണ്, ആരാ അത്? ഞാനാ, അലീന. ആര് പറഞ്ഞിട്ടാ ഈ ജനൽ തുറന്നിട്ടത്? വെളിച്ചം കിട്ടാൻ വേണ്ടി. വെളിച്ചം വേണ്ടേ? ആ, വേണം. അലീന ഗ്ലാസ്സിൽ വെള്ളവും ഗുളികയും എടുത്ത് കട്ടിലിൽ വന്നിരുന്നു. ആൻറ്റി, ഈ മരുന്ന് കഴിക്ക്. അലീന ഗുളികകൾ ഷെറിന്റെ നേരെ നീട്ടി. ഷെറിൻ ഞൊടിയിടയിൽ കൈയെടുത്ത് അത് തട്ടിക്കളഞ്ഞു. അലീന ആ ഗുളികകളെല്ലാം പെറുക്കിയെടുത്ത് വീണ്ടും അവളുടെ നേർക്ക് നീട്ടി. തട്ടിക്കളയരുത്, കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് വർത്തമാനം പറയാം. ഷെറിൻ അത് കയ്യിൽ വാങ്ങി ചുരുട്ടിപ്പിടിച്ചു. 2 നിമിഷത്തിന് ശേഷം ആ ഗുളികകൾ അവൾ ചുവരിന് നേരെ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പതിയെ ചിരിച്ചു. അല്പനേരം അലീന അനങ്ങാതെ അവിടെ ഇരുന്നു. എന്നിട്ട് ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് ജനൽപ്പടിയിൽ വെച്ചു. ഷെറിൻ തല ചൊറിയുവാൻ തുടങ്ങി. അലീന കൈ നീട്ടി അവളുടെ ശിരസിൽ കൈ ഒടിച്ചു. ഷെറിൻ അനങ്ങാതെ ഇരുന്നു. അലീന എഴുന്നേറ്റ് പോയി മേശപ്പുറത്ത് നിന്ന് ഒരു ചീപ്പ് എടുത്തു കൊണ്ടുവന്നു. എണ്ണ പിരളാതെ അഴിഞ്ഞു ചിതറി പിരിഞ്ഞു കിടന്ന അവളുടെ മുടി പതിയെ ചീകി ഒതുക്കുവാൻ തുടങ്ങി. ഒട്ടും വേദനിപ്പിക്കാതെ സമയമെടുത്ത് ഇഴകൾ വിടർത്തി ചീകി ഒതുക്കി വെച്ചു കൊടുത്തു. ഉടൻ തന്നെ ഷെറിൻ 2 കൈയും തലയിട്ട് മാന്തി ചീകിയ മുടി അത്രയും താറുമാറാക്കി. അലീന രണ്ടാമതും അവളുടെ മുടി വൃത്തിയായി ചീകി വെച്ചു. ഇത്തവണയും ഷെറിൻ അത് ചിക്കിച്ചികഞ്ഞ് നാശമാക്കി കളഞ്ഞു. എന്നിട്ടും ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് തലകുലുക്കി അലീന ക്ഷമയോടെ 3ാമതും അവളുടെ മുടി ചീകി ഭംഗിയാക്കി വെച്ചു. ഷെറിൻ കൈ 2ഉം തലയിലേക്ക് വെച്ചിട്ട് ചോദിക്കുകയാണ്, കളയട്ടെ? എന്നോട് ദേഷ്യം തോന്നില്ലേ? ഇല്ല. എന്തുകൊണ്ടാ ദേഷ്യം തോന്നാത്തത്? പറഞ്ഞേ, എനിക്കിപ്പോൾ അറിയണം. ഷെറിൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ വാശി പിടിക്കുകയാണ്. അലീന അവളുടെ കവിളത്ത് തലോടി. എനിക്കറിയാം. എന്താ അറിയാവുന്നേ? ഒരുപാട് സ്നേഹമുള്ളൊരമ്മയാണിതെന്ന്, ഒത്തിരി സങ്കടം അനുഭവിച്ച അമ്മയാണെന്ന്. ഷെറിന്റെ മുഖഭാവം പെട്ടെന്ന് മാറിയത് അലീന കണ്ടു. തൻ്റെ മുഖത്തേക്ക് അവൾ സൂക്ഷിച്ചു നോക്കുകയാണ്. ശ്വാസം അടക്കി പിടിച്ചിട്ടുണ്ട്. അവളുടെ മുഖത്ത് ഉപേക്ഷിക്കപ്പെട്ട ശിശുവിൻ്റെ ദൈന്യതയും നിസ്സഹായതയും വ്യാപിക്കുന്നു. ചുണ്ടുകൾ വിറകൊള്ളുന്നു. അലീന തോളത്തുകൂടി കൈയിട്ട് ഷെറിനെ മെല്ലെ ആശ്ലേഷിച്ചു. തൻ്റെ ചുമലിലേക്ക് അവളുടെ മുഖം അണച്ചുകൊണ്ട് മന്ത്രിച്ചു. ഞാനും ഒരിക്കൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞായിരുന്നു. അനാഥാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്കറിയാം. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെയും എനിക്കറിയാം. അലീനയുടെ തോളിൽ ഒരു തുള്ളി കണ്ണുനീർ വീണു. അതിന് പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. വീണ്ടും ഒരെണ്ണം കൂടി. അലീന അവളുടെ പുറത്തുമെല്ലാം തട്ടിക്കൊണ്ടേയിരുന്നു. മാമച്ചനങ്കിളിൻ്റെയും ഗ്രേസമ്മയുടെയും മകനെ പ്രണയിച്ച പെൺകുട്ടിയാണ് ഇതെന്ന് അലീന ഓർത്തു. ആ മകൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തവൾ. അലീന അവളുടെ മുഖം തോളിൽ നിന്നെടുത്തു. കരച്ചിലൊന്നുമില്ല മുഖത്ത്. നനഞ്ഞ കൺപീലികളും തളർന്ന ഭാവവും മാത്രം. അലീന പറയുകയാണ്, ഞാനുണ്ട് കൂട്ടിന്. നമുക്ക് കണ്ടുപിടിക്കാട്ടോ. എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അലീന അവളെ ആശ്വസിപ്പിച്ചു. തുടർന്നവൾ ഗുളികയും വെള്ളവും എടുത്ത് വീണ്ടും ഷെറിന്റെ നേർക്ക് നീട്ടി. ഷെറിൻ വിസമ്മതമൊന്നും കൂടാതെ മരുന്ന് കഴിച്ചു. പിന്നെ അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ കട്ടിലിൽ കിടന്നു. അലീന അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് അരികെയിരുന്നു. മരുന്നിന്റെ ശക്തി അവളുടെ കൺപോളകളെ പിടിച്ചു താഴ്ത്തും വരെ അവൾ അലീനയെ തന്നെ നോക്കിക്കൊണ്ട് കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായൻ ആ മുറിയിലേക്ക് വന്നു. കിടക്കയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് അയാൾ ചോദിക്കുകയാണ്, ഉറങ്ങിയോ? ആ, ഉറങ്ങി. മരുന്ന് കഴിച്ചോ? കഴിച്ചു.
അവൾക്ക് ഇളക്കം തുടങ്ങിയാൽ പിന്നെ വലിയ പാടാ മോളെ മരുന്നൊക്കെ കഴിപ്പിക്കാൻ. അലീന കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. തുടർന്ന് അലമാരയിലിരുന്ന വിഷക്കുപ്പികളെടുത്ത് ഔതക്കുട്ടിച്ചാനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുക, തൽക്കാലം ഇതിവിടെ വെക്കണ്ട, വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ മതി. ആ, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അതുമായി തൻ്റെ മുറിയിലേക്ക് പോയി. എന്നിട്ട് പറയുക, നീ വാ, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം, നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണണ്ടേ. ഔതക്കുട്ടിച്ചായൻ അലീനയും കൂട്ടി വീടിന് വെളിയിലേക്ക് ഇറങ്ങി. ഇരുവരും ഇറങ്ങിപ്പോകുന്നത് കണ്ടുകൊണ്ട് ആൻസി ബെഡ്റൂമിൽ വെച്ച് ഭർത്താവിനോട് ചോദിക്കുകയാണ്, എത്ര ദിവസം ഇവിടെ കാണും ഈ പുതിയ അവതാരം? 1-2 ദിവസം കഴിയുമ്പോൾ പൊക്കോള് വടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എൻ്റെ കൈകൊണ്ട് ഞാൻ ഒന്നും വെച്ച് വിളമ്പി കൊടുക്കില്ല. പിന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്കൊരു സഹായത്തിനാ, അല്ലാതെ നിങ്ങളുടെ ചേട്ടൻ്റെ രഹസ്യപുത്രിയെ നോക്കാൻ വേണ്ടിയല്ല. എടി, നീ എന്തിനാ ബേജാറാകുന്നേ? അതൊക്കെ അപ്പച്ചൻ വേണ്ടതുപോലെ ചെയ്തോളും. നിങ്ങൾ ആരും അവളെ ശുശ്രൂഷിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അനിയന്മാരെല്ലാരും കൂടി ചേട്ടനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കുന്നത് നല്ലതാ. ചേട്ടന് കണ്ട പെണ്ണുങ്ങളിലൊക്കെ മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചേട്ടൻ തന്നെ സഹിച്ചോണം. നമുക്കെന്താണ് അതിനകത്ത് കാര്യം? അപ്പോൾ റോബർട്ട് പറയുകയാണ്, പക്ഷെ അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അവൾക്ക് ഞങ്ങളുടെ അമ്മച്ചിയുടെ ഛായയാണെന്ന്. എന്നാര് പറഞ്ഞു? ഞാനും നിങ്ങളുടെ അമ്മച്ചിയെ കണ്ടിട്ടുള്ളതല്ലേ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നീ എന്നാടി ഞങ്ങളുടെ അമ്മച്ചിയെ കണ്ടത്? നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ? അമ്മച്ചിക്ക് അന്ന് വയസ്സ് 55 കഴിഞ്ഞിരുന്നു. എന്നാലും ഷെയ്പ്പൊക്കെ എനിക്ക് തിരിച്ചറിയാം. അമ്മച്ചിയുടെ ഒരു ഷെയ്പ്പുമില്ല ഈ പെണ്ണിന്. അമ്മച്ചി എന്തൊരു സുന്ദരിയായിരുന്നു ആ പ്രായത്തിലും. ഇവളെ കണ്ട എന്തോ പോലിരിക്കുന്നു. മാങ്ങാണ്ടി പോലത്തെ മുഖവും ജിറാഫിന്റെ കഴുത്തും. ആൻസി, നിന്റെ കണ്ണിന് ഏതാണ്ട് കുഴപ്പമുണ്ട്. നീ നാളെ തന്നെ പോയിട്ട് ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. അയ്യോ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാണേ. അവൾ ഭൂലോക രമ്പയല്ലേ, എടുത്ത് തലയിലോട്ട് വെച്ചോണ്ടങ്ങ് നടന്നു. ഇപ്പം ഞാൻ പറഞ്ഞതായി കുറ്റം. ചേട്ടൻ ചെയ്തതും ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോണ്ട് വന്നതുമെല്ലാം പുണ്യപ്രവർത്തി എന്ന് ഞാൻ പറഞ്ഞോടി. നീ ചുമ്മാതെ എഴുതാപ്പുറം വായിക്കല്ലേ. റോബിച്ചന് വല്ലാണ്ട് ദേഷ്യം കയറി വരുവാൻ തുടങ്ങി. അയാൾ അരിശത്തോടെ മുറി വിട്ടിറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായനും അലീനയും കൂടി ഊണുമുറിയിലേക്ക് ചെല്ലുമ്പോഴേക്കും മറ്റുള്ളവരുടെ ഊണ് കഴിഞ്ഞു. റോബർട്ട് എഴുന്നേറ്റ് കൈ കഴുകുകയാണ്. ആൻസിയും അമ്മയും എഴുന്നേൽക്കുന്നതേയുള്ളൂ. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, ഇന്നെന്താ റോബിച്ച പതിവില്ലാത്തത്ര നേരത്തെ? ഇന്നെനിക്ക് അല്പം വിശപ്പ് കൂടുതലായിരുന്നു. നിങ്ങൾക്ക് 4 പേർക്കും ഒരുപോലെ ആയിരുന്നോ വിശപ്പ്? പെട്ടെന്ന് ആൻസി അതിന് മറുപടിയുമായിട്ട് വന്നു. അതിനിപ്പോൾ ഇവിടെ എന്താ കുഴപ്പം? ഞങ്ങൾ കുറച്ച് നേരത്തെ ചോറുണ്ടു, അപ്പച്ചനുള്ളത് അവിടെ വെച്ചിട്ടുമുണ്ട്. എന്നാലും അതാണോടി അതിൻ്റെ ഒരു മര്യാദ? ഈ പെങ്കൊച്ച് ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നതല്ലേ, അവളെയും കൂടി വിളിച്ചിരുത്തി ചോറ് കൊടുക്കണ്ടേ? ഊണ് കഴിക്കുന്നൊന്ന് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. ഇതാണോ നിന്റെ തള്ള നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിന്റെ വീട്ടിൽ ആരെങ്കിലും വന്നാ നീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? മറിയക്കുട്ടി അതിനെന്തോ മറുപടി പറയാൻ ഭാവിക്കുമ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ തടഞ്ഞു. നിങ്ങളവിടെ മിണ്ടാതിരുന്നാൽ മതി. ഞാൻ നിങ്ങളുടെ മകളോടാണ് ചോദിച്ചത്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടും. പെട്ടെന്ന് ആൻസി നല്ല മൂർച്ചയോടുകൂടി സംസാരം അങ്ങ് തുടങ്ങി. അതെ, ഞങ്ങളുടെ വീട്ടിലെ ശീലം ചോദിച്ചത് കൊണ്ട് മാത്രം പറയുക. അവിടെ വരുന്നവരെ എല്ലാവരെയും ഞങ്ങൾ ഊണുമുറിയിലേക്ക് ക്ഷണിച്ചിരുത്തി വിരുന്നു കൂട്ടാറില്ല. പിച്ചക്കാർ വന്നാൽ മുറ്റത്ത് നിർത്തി എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞേക്കും. പണിക്കാരെ പുറകിലെ വരാന്തയിൽ ഇരുത്തി തിന്നാൻ കൊടുക്കും. പട്ടിക്ക് അതിൻ്റെ പാത്രത്തിൽ വിളമ്പി വെക്കും. കോഴിക്ക് മുറ്റത്തിട്ട് കൊടുക്കും. പന്നിക്ക് അതിൻ്റെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. അവനവൻ്റെ സ്വന്തക്കാരെ നല്ല അന്തസ്സായിട്ട് സ്വീകരിച്ച് ഒന്നാന്തരമായിട്ട് സൽക്കരിക്കും. എൻ്റെ അമ്മ അങ്ങനെയാണ് ശീലിച്ചത്. അത് കണ്ടാ ഞാനും പഠിച്ചത്. ഇതുവരെ ആരും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. ഉടനെ ഔതക്കുട്ടിച്ചാൻ്റെ ചോദ്യം, അല്ല, ഞങ്ങളെ രണ്ടുപേരെയും നീ ഏതു വകുപ്പിലാ വക കൊള്ളിച്ചിരിക്കുന്നത്? പന്നിയോ പട്ടിയോ കോഴിയോ അതോ പിച്ചക്കാരോ? അപ്പച്ചന് ചോറ് വേണമെങ്കിൽ ഞാൻ വിളമ്പിത്തരാം. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു കഴിക്കാം. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ചോറും കറിയും ഒക്കെ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഓ, നിന്റെ അമ്മയുടെയും നിന്റെയും ഔദാര്യം വേണ്ട. ഞാൻ ഇവളെ ഹോട്ടലിൽ കൊണ്ടുപോയി ഊണ് വാങ്ങിക്കൊടുത്തോളാം. കൊണ്ടുപോയിക്കോ. ഇവിടെ ആർക്കാ ഛേദം? അപ്പച്ചൻ്റെ വിചാരം ഇങ്ങനെ ഒരെണ്ണത്തിനെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് വലിയ കേമമാണെന്നാ. പുറത്തോട്ടിറങ്ങി 4 പേരോട് പരിചയപ്പെടുത്തി കൊടുക്ക്. എൻ്റെ മൂത്ത മകന് കല്യാണത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിൽ ജനിച്ച സന്തതിയാണെന്ന്. കേൾക്കുന്നൊരു മുഖത്ത് വിരൽ വെക്കുമ്പോഴറിയാം വിവരം. അല്ലെങ്കിൽ അപ്പച്ചൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരോടെങ്കിലും പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഇത്? നിങ്ങൾ അപ്പച്ചനും മൂത്ത മകനും ആരെയും പേടിക്കാത്തത് കൊണ്ട് നെറ്റിപ്പട്ടം പോലെ കെട്ടിക്കൊണ്ടു നടക്കാം. പക്ഷേ ഞങ്ങളൊക്കെ കുറച്ച് അഭിമാനമുള്ളവരാ. ചേട്ടൻ ഹിംസിച്ചെങ്കിലോ എന്ന് പേടിച്ചിട്ടാ അനിയന്മാരെല്ലാം അമർഷം കടിച്ചു പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ലാതെ ആർക്കും ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. കുളത്തുപുഴയിലായതുകൊണ്ട് അധികം ആരും അറിഞ്ഞില്ലെന്ന് മാത്രം സമാധാനിച്ചിരിക്കുമ്പോഴാ ഇങ്ങോട്ട് ചെണ്ടയും കൊട്ടി എഴുന്നള്ളത്ത്. ഇനി ഇവിടെ ഉള്ളവർക്ക് നാണം കെട്ടിട്ട് പുറത്തിറങ്ങണ്ടല്ലോ. ആൻസിയുടെ നാവിൻ്റെ മൂർച്ച ഔതക്കുട്ടിച്ചായൻ അറിയാത്തതല്ല. എങ്കിലും വെട്ടിത്തുറന്നിങ്ങനെ സംസാരിക്കുമെന്ന് അയാൾ കരുതിയതേയില്ല. പെട്ടെന്ന് കൈലിമുണ്ടിൻ്റെ തലപ്പുയർത്തി കൈ തുടച്ചുകൊണ്ട് റോബർട്ട് പറയുകയാണ്. അവളുടെ വായിലിരുന്നത് കേട്ടപ്പം അപ്പച്ചന് തൃപ്തിയായല്ലോ. കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കുത്തി കടി വാങ്ങിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അപ്പച്ചൻ ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ഇവിടെ ചോറും കറിയും വെച്ചിട്ടുണ്ട്, എടുത്തങ്ങ് കഴിച്ചാ പോരെ. ആരാടാ റോബിച്ച കടിക്കാത്ത പട്ടി? നിന്റെ കെട്ടിയോളോ? അവളിവിടെ കെട്ടിക്കേറി വന്ന അന്ന് മുതൽ ഓടി നടന്ന് കടിച്ചോണ്ടിരിക്കുകയല്ലേ ഇവിടെ ഉള്ളവരെയെല്ലാം.
പേയില്ലെന്നൊരു മെച്ചം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ പേപ്പട്ടി വിഷത്തിന്റെ കുത്തിവെപ്പ് ഒഴിഞ്ഞ് നേരം കാണത്തില്ലായിരുന്നു ഈ തറവാട്ടില്. നിന്റെ കൈക്ക് എല്ലില്ലാത്തത് അവളുടെ ഭാഗ്യം. എന്തായാലും ഇനി ഇവിടുത്തെ ചോറ് ലാലിച്ചന്റെ മോൾക്ക് വേണ്ട. അവതക്കുട്ടിച്ചായൻ അലീനയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നടക്കാനൊരുങ്ങി. അലീന പക്ഷേ നിന്നിടത്തുനിന്നും അനങ്ങിയില്ല. വീണ്ടും എന്തോ പറയാൻ ഭാവിച്ച ആൻസിയെ റോബർട്ട് കൈ ചൂണ്ടി വിലക്കി. മതി. ആൻസി ദേഷ്യം കടിച്ചടക്കി പോയി കൈ കഴുകി. മറിയക്കുട്ടി എച്ചിൽ പാത്രങ്ങളും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ആദ്യം റോബിച്ചൻ കളം വിട്ടു, പിന്നാലെ ആൻസി, ഒടുവിൽ അവളുടെ അമ്മയും. അവതക്കുട്ടിച്ചായൻ വീണ്ടും അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാ, നീ വാ മോളെ, ഇനി എന്നാ കാണാനാ ഇവിടെ നിൽക്കുന്നേ? ലാലിച്ചൻ വരുമ്പോൾ ഇത് വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്തോളും. ഞാൻ ഉടനെ തന്നെ അവനെ വിളിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ ഇങ്ങോട്ട് വന്നേ. അലീന അയാളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ഊണുമേശക്കരികിയുള്ള കസേരയിലിരുത്തി. എന്നിട്ട് അടുക്കളയിലേക്ക് കയറി. ആധുനിക സൗകര്യങ്ങളെല്ലാം ഉള്ള അടുക്കളയാണ്. പക്ഷേ അതിൻ്റെ അവസ്ഥ കണ്ട അലീന അമ്പരന്നുപോയി. സാമാന സാമഗ്രികളെല്ലാം തോന്നിയെടുത്ത് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. സിങ്കിനുള്ളിൽ ഇന്നലെ മുതൽ ചോറും കറിയും വെച്ച പാത്രങ്ങളും എച്ചിൽ പാത്രങ്ങളും കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നു. ആ ഭാഗത്ത് നിന്ന് ഒരു വളിച്ച നാറ്റം വമിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് ഇട്ട സ്ലാബിൽ നെടുനീളം ഭക്ഷണത്തിൻ്റെയും എപ്പോഴൊക്കെയോ അരിഞ്ഞ പച്ചക്കറികളുടെയും മീനിൻ്റെയും അവശിഷ്ടങ്ങൾ. ടൈൽസ് ഇട്ട തറയിലാണെങ്കിലും വഴുവഴുക്കലുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. എല്ലായിടത്തും ഈർച്ചയാക്കുന്നുണ്ട്. അലീന വർക്കേറിയയിലും സ്റ്റോറിലും കയറി നോക്കി. സ്റ്റോറിലെ കോൺക്രീറ്റ് സ്ലാബുകൾക്ക് മീതെ അങ്ങിഞ്ഞുണങ്ങിയും ചീഞ്ഞും കിടക്കുന്ന പച്ചക്കറികൾക്ക് 1 മാസത്തെ പഴക്കമുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. അഴുക്ക് പിടിച്ചിട്ട് ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും നിറം തിരിച്ചറിയാൻ പോലും വയ്യ. കിച്ചൺ ക്യാബിനറ്റ് കഴുകാതെ ഉപേക്ഷിക്കപ്പെട്ട അച്ചാർ ജാറുകളുടെയും ജാം ജാറുകളുടെയും മറ്റനേകം ടിന്നുകളുടെയും കുപ്പികളുടെയും ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കൂടുകളുടെയും ചവറ് കൂമ്പാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഗ്യാസ് സ്റ്റൗവിന് മീതെ തിളച്ചു മറിഞ്ഞു തൂവിയ പാലിൻ്റെയും കറികളുടെയും മറ്റും പൂപ്പൽ നിറമുള്ള പാട പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. മൈക്രോവേവ് ഓവൻ ഉപയോഗശൂന്യമാണെന്ന് തോന്നി. ഇതിനിടയിൽ സ്ലാബിൽ ഒരു കുക്കറിൽ കുറച്ച് ചോറിരിക്കുന്നത് കണ്ടു. ഒരു ചെറിയ ഫ്രൈ പാനിൽ ഒടിഞ്ഞു നുറുങ്ങിയ കുറെ വറുത്തമീൻ കഷ്ണങ്ങൾ, പിന്നെ ഒരു തക്കാളിക്കറിയും ബീൻസും എഴുക്കുപുരട്ടിയും. അലീന തിരികെ ഊണുമുറിയിലേക്ക് ചെന്നു. എന്നിട്ട് അവതക്കുട്ടിച്ചാനോട് പറയുകയാണ്, അറപ്പാവുമല്ലോ വല്യപ്പച്ച ഈ അടുക്കളയിൽ നിന്ന് വല്ലതും എടുത്ത് കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോട്ടലിൽ പോകാമെന്ന്. അല്ല, എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റുമോ? അലീന ഊണുമേശയിലെ എച്ചിൽ തുടച്ചു മാറ്റി ചോറും കറികളും വിളമ്പിക്കൊണ്ടുവച്ചു. അത് കണ്ടുകൊണ്ട് അവതക്കുട്ടിച്ചായൻ, ആരെത്ര ചീത്ത പറഞ്ഞാലും നിനക്കൊരു നാണവും ഇല്ലാത്തതാണ് എനിക്ക് അതിശയം. ഞാനാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കത്തില്ലായിരുന്നു. അപ്പനും അമ്മയും ഇല്ലാത്തവളെന്ന നാണക്കേട് 23 വർഷം ഞാൻ സഹിച്ചില്ല വല്യപ്പച്ച. അത്രയും വലിയൊരു നാണക്കേടും ഈ ലോകത്തില്ല. അത് കേട്ടപ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ്റെ നാവടഞ്ഞുപോയി. പിന്നീട് അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല.